പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2020 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും മത്സരിച്ച് വീണ്ടും MLA അല്ലെങ്കിൽ ജയിച്ചാൽ മന്ത്രിയോ ഒക്കെ ആവാൻ തയ്യാറായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വന്ധ്യവയോധികർ രംഗത്തിറങ്ങിയത് ഇതിനകം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞ പിണറായി വിജയൻ മത്സരരംഗത്തുണ്ട്. 80 വയസ്സുകാരനായിട്ടുള്ള AK ശശീന്ദ്രൻ, പൂച്ചക്കുട്ടി ഫെയിം AK ശശീന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ട്. 81 വയസ്സുകാരനായിട്ടുള്ള ശ്രീമാൻ K കൃഷ്ണൻകുട്ടി മത്സരരംഗത്തില്ല എന്ന് പ്രഖ്യാപിച്ചെങ്കിലും മത്സരരംഗത്ത് അദ്ദേഹം ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത്. കോൺഗ്രസ് സെക്കുലർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏക നേതാവായിട്ടുള്ള കടന്നപ്പള്ളി രാമേന്ദ്രൻ, അദ്ദേഹത്തിനും 81 വയസ്സുണ്ട്. അദ്ദേഹത്തിന് മത്സരിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ 4 വന്ധ്യവയോധികർ, വയോവൃദ്ധന്മാർ അവർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ 74 വയസ്സുകാരൻ മാത്രമായ 6 തവണ CPMൻ്റെ ഉറച്ച കോട്ടയായിട്ടുള്ള തൃപ്പൂണിത്തറയിൽ നിന്ന് ജയിച്ച് MLA ആവുകയും 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയാവുകയും ചെയ്ത ശ്രീമാൻ K ബാബു താൻ ഇനി രാഷ്ട്രീയത്തിലുണ്ടാവില്ല, എന്നുവെച്ചാൽ താൻ ഇനി മത്സരരംഗത്തുണ്ടാവില്ല എന്ന് പറഞ്ഞത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ശ്രീമാൻ K ബാബു കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ജനകീയരായിട്ടുള്ള നേതാക്കന്മാരിൽ പ്രമുഖനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അദ്ദേഹം 6 തവണയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPMൻ്റെ ഉറച്ച കോട്ടയായിട്ട് കരുതപ്പെടുന്ന തൃപ്പൂണിത്തറയിൽ നിന്ന് വിജയിച്ചത്. അദ്ദേഹം തോൽപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അദ്ദേഹം MM ലോറൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം ഗോപി കോട്ടമുറിക്കലിനെ തോൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം K ചന്ദ്രൻപിള്ളയെ തോൽപ്പിച്ചിട്ടുണ്ട്, CPMൻ്റെ താത്വികാചാര്യനായിട്ടുള്ള KN രവീന്ദ്രനാഥിനെ തോൽപ്പിച്ചിട്ടുണ്ട്, CK ദിനേശ് മണിയെ തോൽപ്പിച്ചിട്ടുണ്ട്, CPMൻ്റെ ഈ അഭിനവകാല താത്വികാചാര്യനായി കണക്കാക്കപ്പെടുന്ന M സ്വരാജിനെയും അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട്. ആലോചിച്ചു ആരൊക്കെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ശ്രീമാൻ K ചന്ദ്രൻപിള്ള ഏതാണ്ട് 1/4 ലക്ഷം വോട്ടിനാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഗോപി കോട്ടമുറിക്കലിനെ ഏതാണ്ട് 14,000 ചില്ലാനം വോട്ടിനാണ് തോൽപ്പിച്ചത്. ആ K ബാബു അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തുണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ചത് വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ കേട്ടിരുന്നത്. അത് എന്നുവെച്ചാൽ കോൺഗ്രസ്സിലെ ഈ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി കടിച്ചു കീറൽ നടക്കുകയാണ് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. അവിടെയാണ് ശ്രീമാൻ K ബാബു ഏകപക്ഷീയമായി തന്നെ താൻ ഉണ്ടാവില്ല. ശ്രീമാൻ K ബാബു മാത്രമല്ല, ശ്രീമാൻ VM സുധീരൻ അദ്ദേഹവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീമാൻ PJ കുര്യൻ അദ്ദേഹവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ K ബാബു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പ്രായാധിക്യമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറുന്നു. അങ്ങനെ പിന്മാറുമ്പോഴാണ് CPMൻ്റെ വന്ധ്യവയോധികർ, പടുകിളവന്മാർ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കിളവന്മാരെ നമ്മൾ പ്രായമായവരെ നമ്മൾ ആ തരത്തിൽ അപഹസിക്കുന്നത് ശരിയല്ലോ. കാരണം ഏറ്റവും കൂടുതൽ പ്രായമായ VS അച്യുതാനന്ദനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ EMSനെയും ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ 80 കഴിഞ്ഞിട്ടും അധികാര രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തെ നേതാക്കന്മാരാണ് എന്ന് വരുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു അസ്കിയത, ഒരു നോസിയേറ്റിംഗ് ഫീലിംഗ് നമുക്ക് തോന്നുന്നു. CPMനെ നയിക്കുന്നത് 80 കഴിഞ്ഞ പിണറായി വിജയൻ. ആലോചിച്ച് നോക്ക്, 6 തവണ MLA, മന്ത്രി, 10 വർഷം മുഖ്യമന്ത്രി, പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം, ഇങ്ങനെ ഒരു പിടി സ്ഥാനങ്ങളിൽ അഭിരമിച്ചിരുന്ന, പാർലമെൻ്ററി രംഗത്ത് തന്നെ പതിറ്റാണ്ടുകളായി രംഗത്തുള്ള രോഗാതുരനായിട്ടുള്ള പിണറായി വിജയൻ ഇപ്പോഴും മത്സര രംഗത്ത് ഇങ്ങനെ മപ്പടിച്ച് ഞെളിഞ്ഞ് നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ പിണറായി വിജയനോടൊപ്പം ഇടതുപക്ഷത്ത് മത്സരിക്കാനായിട്ട് വെമ്പി നിൽക്കുന്ന അതിലൊരുത്തൻ്റെ പേരാണ്, ഒരാളുടെ പേരാണ് AK ശശീന്ദ്രൻ, പൂച്ചക്കുട്ടി ഫെയിം AK ശശീന്ദ്രൻ. 80 വയസ്സായി. അയാൾക്കൊരു പാർട്ടിയുണ്ട് NCP. അതിൽ അയാളും അയാളുടെ തലയും അയാളുടെ കൈയും അയാളുടെ കാലും ഒക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ആരും ആ പാർട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളൊരു മഹാഭാഗ്യവാനാണ്. അയാൾ 6 തവണ MLA ആയിട്ടുണ്ട്.
പെരിങ്ങളത്ത് നിന്ന് 980 MLA ആയെങ്കിൽ ഇലത്തൂരിൽ നിന്ന് ഇപ്പോൾ 2021 അയാൾ MLA ആണ്, 6 തവണ MLA ആയിട്ടുണ്ട്, 3 തവണ മന്ത്രിയായിട്ടുണ്ട്. അയാൾക്ക് ഇനിയും മത്സരിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമാണ് ഈ AK ശശീന്ദ്രൻ. അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടി, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന് 81 വയസ്സായി. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കും എന്ന് പറഞ്ഞ് കേൾക്കുന്നു. അദ്ദേഹവും ഇതുപോലെ 4 തവണ MLA ആയിട്ടുണ്ട്. അദ്ദേഹം 2 തവണ മന്ത്രിയായിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായിരിക്കുകയാണ്. രോഗാതുരനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിനും മത്സരിക്കാൻ ഉള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റൊരാളുടെ പേരാണ് ശ്രീമാൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്തോ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകോട്ട് അങ്ങനെ ബോധം കെട്ട് വീണെന്നും ആശുപത്രി കൊണ്ടുപോയെന്നും ഒക്കെ നമ്മളന്ന് കേട്ടിരുന്നു. അയാൾ ആ നേതാവിൻ്റെ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് സെക്കുലർ. എന്ത് പാർട്ടിയാണെന്ന് എനിക്കറിയില്ല. അതിലെന്തായാലും അയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ആരും സംശയവുമില്ല. അതല്ലാതെ വേറെ ആരെങ്കിലും ഉള്ളതായിട്ട് അവരുടെ ഒന്നും പേരൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആ കടന്നപ്പള്ളി രാമചന്ദ്രൻ തവണ മത്സരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ പാർട്ടിയിൽ അയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളെടുത്ത് നോക്കിയാൽ 1971 മുതൽ 80 വരെ കാസർഗോഡ് നിന്ന് അദ്ദേഹം MP ആയിരുന്നു. 27ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് MP ആയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അദ്ദേഹം പിന്നീട് 1980 ഇരിക്കൂറിൽ നിന്ന് അദ്ദേഹം MLA ആയി. 2006 എടക്കാട് നിന്ന് MLA ആയി. 2021 കണ്ണൂരിൽ നിന്നൊക്കെ ആയിട്ട് അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹം MLA ആയിട്ടിരിക്കുകയാണ്. ഒക്കെ മഹാഭാഗ്യവാന്മാരാണ്. കാരണം ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒരാളും അരയാളും കാലാളുമൊക്കെ ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് ആളുകൾ മന്ത്രിയാകുന്നത് ഇപ്പം ഒരു സ്ത്രീ പീഡകനായിട്ടുള്ള ഗണേഷ് കുമാർ അയാളുടെ പാർട്ടിയിൽ അയാൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ മന്ത്രിയാണ്. അതൊക്കെ ഒരു പാരഡോക്സാണ്, ഒരു വൈരുദ്ധ്യമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ളത് എന്ന് നമ്മൾ കണ്ടേച്ചാണ്. അപ്പോൾ ഇയാളും 5-6 തവണ MLA MP ഒക്കെ ആയ ആളാണ്. അദ്ദേഹം 2009-11 കാലത്ത് ഉമ്മൻചാണ്ടി VS സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഏതാനും വർഷങ്ങളായി പുരാവസ്തു മന്ത്രിയാണ്. ഒരു പുരാവസ്തു ആയിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരാവസ്തു മന്ത്രിയായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കോൺഗ്രസിനെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കടിപിടിക്കുന്ന പാർട്ടി, അധികാരത്തിന് വേണ്ടി കടിച്ചു കീറുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് കളിയാക്കി അങ്ങ് തള്ളുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. പക്ഷേ ആ കോൺഗ്രസ്സിലാണ് K ബാബു എന്ന് പറഞ്ഞ 74 വയസ്സ് മാത്രമുള്ള ഒരു മനുഷ്യൻ, 75 വയസ്സ് പോലും ആയിട്ടില്ല. ആ മനുഷ്യൻ 6 തവണ CPM-ൻ്റെ കോട്ടയായിട്ടുള്ള തൃപ്പൂണിത്തുറയിൽ നിന്ന് CPM-ൻ്റെ ഉന്നതരായിട്ടുള്ള KN രവീന്ദ്രനാഥിനെ പോലെയും K ചന്ദ്രൻപിള്ളയെ പോലെയും ഗോപി കോട്ടമുറിക്കലിനെ പോലെയും ഒക്കെയുള്ള M സ്വരാജിനെ പോലെയൊക്കെ ഉള്ള നേതാക്കന്മാരെയൊക്കെ നിരന്തരം തോൽപ്പിച്ചു കൊണ്ടിരുന്ന ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യൻ താൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല എന്നതിൻ്റെ അങ്ങനെ പറയുമ്പോൾ അതിനെ അഭിമാനകരമായി നമ്മൾ വരവേൽക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ VM സുധീരൻ എത്രയോ തവണ MP-യും MLA-യും മന്ത്രിയും ഒക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല. PJ കുര്യനും ഈ പറഞ്ഞതുപോലെ എത്രയോ തവണ MP ആയിട്ടുണ്ട്. രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ നിരന്തരം MP ആയിരുന്ന ആളാണ് PJ കുര്യൻ. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നു താൻ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല. പക്ഷേ ഇവരൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉള്ളവർ, ഇവർ പ്രായമായവർ തങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തേക്കില്ല എന്ന് അവർ തന്നെ പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുള്ള CPM രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാർ അവർക്ക് 80 കഴിഞ്ഞെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും ഇനിയും മത്സരിക്കണം എന്നുള്ള ആക്രാന്തമാണ്, അടങ്ങാത്ത ആഗ്രഹമാണ്. പിണറായി വിജയന് 2 തവണ മുഖ്യമന്ത്രിയായിട്ടും പോരാ. 81 വയസ്സിൽ ഇനിയും അയാൾക്ക് മുഖ്യമന്ത്രിയാവണം. അയാൾക്ക് എനിക്കൊന്ന് മുഖ്യമന്ത്രിയായി മരിക്കാനായിരിക്കും ചിലപ്പോൾ ആഗ്രഹം എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ AK ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളും അരയാളും മാത്രമുള്ള പാർട്ടിയിൽ അയാൾക്ക് മത്സരിക്കണം. അയാൾക്ക് 6 തവണ MLA ആയത് പോരാ, 3 തവണ മന്ത്രിയായത് പോരാ, അയാൾക്ക് ഇനിയും മന്ത്രിയാവണം. ആലോചിച്ച് നോക്കി ഇവരുടെയൊക്കെ ഒരു അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ആക്രാന്തം. കടന്നപ്പള്ളി രാമചന്ദ്രൻ MP ആയി, മന്ത്രിയായി, MLA ആയി, അയാൾക്കും ഇനിയും മത്സരിക്കണം. ചാവുമ്പോഴും മന്ത്രിയായിട്ടോ MLA ആയിട്ടോ പോകണം എന്നാണ് ആഗ്രഹം. കൃഷ്ണൻകുട്ടി എൻ്റെ സുഹൃത്തു കൂടിയാണ് കൃഷ്ണൻകുട്ടി സാർ. അദ്ദേഹം രോഗാതുരനാണ്. ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞ മനുഷ്യനാണ്. 2 തവണ മന്ത്രിയായി കഴിഞ്ഞു, 3-4 തവണ MLA ആയി കഴിഞ്ഞു. എന്നിട്ടും അയാൾക്ക് ഇനിയും മത്സരിക്കണം എന്നതാണ് അവരുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് നമ്മളിങ്ങനെ തമ്മിലടിക്കുന്ന പാർട്ടി, കടിച്ചു കീറുന്ന പാർട്ടി, അധികാര ദ്വരമൂത്ത പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഗ്രസ് പാർട്ടിയെ തള്ളിക്കഴിയുമ്പോഴും ആ കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കന്മാർ പ്രായം അധികരിച്ചവർ തങ്ങളിനി അധികാര രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം പിന്മാറുമ്പോൾ എല്ലാത്തരം നല്ല കാര്യങ്ങളുടെയും മൂർത്തിമത് ഭാവമാണെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള ഇടതുപക്ഷത്തിൻ്റെ
നേതാക്കന്മാർ ചാവുമ്പോഴും അവർക്ക് MLA യോ മന്ത്രിയോ ഒക്കെ ആയി ചാവണം എന്നതാണ് ആഗ്രഹം എന്നതാണ് പിണറായി വിജയൻ്റെ അനുഭവത്തിൽ നിന്നും കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ അനുഭവത്തിൽ നിന്നും AK ശശീന്ദ്രൻ്റെ അനുഭവത്തിൽ നിന്നും K കൃഷ്ണൻകുട്ടിയുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.